Hi all, welcome to the video on discount on debentures and interest on debentures. This video deals with when a debenture has been issued on discount, what should be the accounting treatment, and how the interest on debentures should be computed and recorded from the perspective of accounting principles. That is what we are going to deal in this particular video session. First of all, we will deal with discount on debentures. Whenever debentures are issued at a discount or there is a loss on issue of debentures because of debentures redeemable or repayable at premium, then it should be capitalized. Being a fictitious asset, it is shown as an intangible asset in the balance sheet. Every effort should be made to write it off as early as possible. Whenever it is written off, the entry is passed by debiting profit and loss account and giving corresponding credit to discount or loss on the issue of debentures account. അതായത് ഡിബെഞ്ചേഴ്സ് നമ്മൾ ഡിസ്കൗണ്ടഡ് പ്രൈസിനാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് നടക്കുന്ന സമയത്ത് അതൊരു പ്രീമിയം റിഡംഷൻ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെയും കമ്പനിക്ക് വരുന്ന നഷ്ടം അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള എല്ലാ ലോസസും ക്യാപിറ്റൽ ലോസസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഈ ലോസ് ഫിഗേഴ്സ് എല്ലാതും റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ജേർണൽ എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഓർ ലോസ് ഓൺ ദ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്, ഈ രീതിയിൽ നമുക്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് കാണിക്കാവുന്നതാണ്. ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഡിസ്കൗണ്ടിലാണ് എന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ടുള്ള രണ്ട് മെത്തേഡിൽ ഫസ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് പ്രകാരം വാട്ട് വി ഹാവ് ടു ഡു ഇസ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എത്ര വർഷത്തേക്കാണോ ഈ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അത്രയും വർഷത്തേക്ക് ഈക്വലായിട്ട് ഈ ടോട്ടൽ ഡിസ്കൗണ്ട് എമൗണ്ടിനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കാണിക്കും. ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ഫിക്സേഷൻ പോലെ ടോട്ടൽ ഡിസ്കൗണ്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഈക്വലായിട്ട് ഈ എത്ര വർഷത്തേക്കാണോ ഇഷ്യൂ ചെയ്യുന്നത് അത്രയും വർഷത്തേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കാണിക്കും. അതാണ് ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെ നമ്മൾ എല്ലാ പ്രാവശ്യവും ഈ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് കുറച്ച് അല്ലെങ്കിൽ കട്ട് ഓഫ് ചെയ്ത് പോയി റൈറ്റ് ഓഫ് ചെയ്ത് പോയി അങ്ങനെ വന്നതിന് ശേഷം ഏറ്റവും അവസാനം റിഡംഷൻ്റെ സമയമാകുമ്പോൾ അല്ലെങ്കിൽ ഡിബെഞ്ചർ റീപേയ്മെൻറ്റിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും ടോട്ടൽ ഡിസ്കൗണ്ട് എമൗണ്ട് സീറോ ആയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നള്ളിഫൈഡ് എഫക്റ്റിലേക്ക് അത് എത്തിയിട്ടുണ്ടായിരിക്കും. സോ സച്ച് കൈൻഡ് ഓഫ് എ മെത്തേഡ് ഇസ് ദ ഫസ്റ്റ് വൺ. Under this method, the total amount of discount on issue of debentures is spread equally on the number of years for which the debentures are issued. Thus, for example, if debentures are issued for say 10 years, the total amount of discount on issue of debentures will be spread over this 10 years. And this method gives an equal charge to P&L account, and discount will become nil when debentures are redeemed at the expiry of the period. സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ ഡിബെഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നത് അതിൻ്റെ ബേസിസിലായിരിക്കും. ലൈക്ക് ഓരോ വർഷം കുറച്ചേശ്ശെ എമൗണ്ട് ആയിട്ടാണ് നമ്മൾ ഡിബെഞ്ചർ എമൗണ്ട് റിഡീം ചെയ്യുന്നത് അല്ലെങ്കിൽ റീപേ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിസിൽ ഓരോ വർഷവും കഴിയുമ്പോൾ ഇനി ബാലൻസ് എത്രയാണ് ഡിബെഞ്ചേഴ്സ് നമുക്ക് റീപേ ചെയ്യാനായിട്ടുള്ളത്, പേ ഓഫ് ചെയ്യാനായിട്ടുള്ളത്, അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഫിഗേഴ്സിൻ്റെ ബേസിസിൽ അതിൻ്റെ ഒരു റേഷ്യോ പ്രൊപ്പോർഷൻ എടുത്തിട്ടായിരിക്കും നമ്മൾ ഡിസ്കൗണ്ട് എങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യണം എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കാം. So second method states that the total amount of discount on issue of debentures is written off in such a way as to charge each year with an amount proportionate to debentures outstanding in that year or in the ratio of effective utilization of funds. To understand more regarding this particular method, we will try to do a problem. Here is our question. On 1/1/2016, P Limited issued 4,014% debentures of rupees 100 each at a discount of 10%, repayable in 4 years by annual equal installments. Give journal entries on the date of issue and show 14% debentures account, discount on debentures account
and debenture interest account till the date of redemption. Before going directly to the preparation of 14% debentures account, discount on debentures account and debenture interest account, first of all we will have some calculations so that the amount and the account preparation will be quite easy for us. So first of all we will compute the total discount amount. So it has been clearly given in the question that 4,000 debentures have been issued, which is having a face value of 100 rupees per debenture. So what will be the total amount? 4,000 into 100, it will be 4 lakh rupees. 4 lakh rupees in the 10% ആണ് total discount ആയിട്ട് പറയുന്നത്. That means 40,000 rupees. And this amount of discount should be written off in such a way that each year an amount proportionate to outstanding debentures will be written off. അപ്പോൾ എത്രയാണ് ഔട്ട്സ്റ്റാൻഡിങ് ഡിബെഞ്ചേഴ്സ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ തുടക്കത്തിൽ എത്ര രൂപയായിരിക്കും മൊത്തം ഉണ്ടായിരിക്കുക പേ ഓഫ് ചെയ്യാനായിട്ട്? 4 ലക്ഷം രൂപയും കമ്പനി ഡിബെഞ്ചർ ഹോൾഡറിനെ പേ ഓഫ് ചെയ്യാനായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഫസ്റ്റ് ഇയർ ബിഗിനിങ്ങിൽ. ഫസ്റ്റ് ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും വാട്ട് വിൽ ഹാപ്പൻ? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റിഡീമബിൾ ഓർ റീപേയബിൾ ഇൻ 4 ഇയേഴ്സ് ബൈ ആനുവൽ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 വർഷത്തേക്കാണ് നമ്മൾ ഈ ഒരു ഡിബെഞ്ചർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എമൗണ്ട് കൈപ്പറ്റിയിട്ടുള്ളത്. തിരിച്ചു കൊടുക്കേണ്ട ആ ഒരു കാലാവധിയാണ് 4 വർഷം എന്ന് പറയുന്നത്. സോ അത് ഈക്വൽ ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 4 ലാക്ക് റുപ്പീസിനെ 4 ഇയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ വർഷവും 1 ലാക്ക് റുപ്പീസ് വീതം നമ്മുടെ കമ്പനി ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പേ ഓഫ് ചെയ്യണം. സോ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഫസ്റ്റ് ഇയർ വിൽ ഹാവ് 4 ലാക്ക് റുപ്പീസ് ടു ബി പെയ്ഡ് ഓഫ്. അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് ആ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ആയിട്ടുള്ള 1 ലാക്ക് റുപ്പീസ് നമ്മൾ കൊടുക്കുന്നു. സെക്കൻഡ് ഇയർ ബിഗിനിങ് ആവുമ്പോൾ 4 ലാക്സിൽ നിന്ന് ആ 1 ലാക്ക് പോയി ദ റിമൈനിങ് എമൗണ്ട് എന്ന് പറയുന്നത് 3 ലാക്ക് റുപ്പീസ് ആണ്. അപ്പോൾ സെക്കൻഡ് ഇയർ ബിഗിനിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത് 3 ലാക്സ് ആണ്. തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും 3 ലാക്സിൽ നിന്ന് അഗെയിൻ another 1 ലാക്ക് വിൽ ബി ലോസ്റ്റ് ഓർ വിൽ ബി പെയ്ഡ് ഓഫ് ആൻഡ് 2 ലാക്സ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വരുന്നത്. ലാസ്റ്റ് ഇയറിൽ 2 ലാക്ക്, അതിൽ നിന്ന് 1 ലാക്ക് പോയി 1 ലാക്കാണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട്. 4ാമത്തെ വർഷം ബിഗിനിങ്ങിൽ ഔട്ട്സ്റ്റാൻഡിങ് ഡിബെഞ്ചർ എന്ന് പറയുന്നത് 1 ലാക്ക് റുപ്പീസ് ആയിരിക്കും. സോ ഇതേപോലെ ഓരോ വർഷം ബിഗിനിങ്ങിൽ എത്രയാണോ ഔട്ട്സ്റ്റാൻഡിങ് ഡിബെഞ്ചേഴ്സ് വരുന്നത് അതിൻ്റെ ബേസിസിൽ പ്രൊപ്പോർഷനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടോട്ടൽ ഡിസ്കൗണ്ട് എമൗണ്ട് 40,000നെ ഡിവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. So this 40,000 discount will be divided in the ratio of outstanding debentures, that is 4 lakh is to 3 lakhs is to 2 lakhs is to 1 lakh, that is 4 is to 3 is to 2 is to 1 will be the ratio of proportion on the basis of which the total discount value 40,000 will be divided upon. Therefore the amount of discount to be written off for the first year, that will be എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റുക? 40,000 total discount into first year in the ratio, that is 4/10. So the amount is 16,000. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 16,000 റുപ്പീസ് ആണ്. സെക്കൻഡ് ഇയറിലോ 40,000 into 3/10, the amount will be 12,000. തേർഡ് ഇയറിൽ എത്ര എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരും ഡിസ്കൗണ്ടിൽ? 40,000 into 2/10. And what about the last year? 40,000 into 1/10, that is equal to 4,000. So ഓരോ വർഷവും നമുക്ക് വരുന്ന റൈറ്റ് ഓഫ് ചെയ്ത് കളയേണ്ട ഡിസ്കൗണ്ട് ഫിഗേഴ്സ് എന്ന് പറയുന്നത് 16,000 for the first year, 12,000 for the second year, 8,000 for the third year and 4,000 for the last year or fourth year. സോ ഇത്രയും കാൽക്കുലേഷൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം ഓരോ അക്കൗണ്ടിലേക്കും എത്ര എമൗണ്ട് വെച്ച് നമുക്ക് കാണിക്കാൻ പറ്റും എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് ഈ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നൗ വി വിൽ ഹെഡ് ടുവേർഡ്സ് ദ ജേർണൽ എൻട്രി ഓൺ ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ആസ് വെൽ ആസ് ദ റിമൈനിങ് sufficient accounts we have to prepare. So first of all we will mark the journal entry on the date of issue, that is on 1st January 2016 in the books of P Limited. Bank account debtor 3,60,000, discount on debentures account debtor 40,000, to 14% debentures account 4 lakhs.
being issue of 4,000 14% debentures of rupees 100 each at a discount of 10%. 4000 ഡിബെഞ്ചേഴ്സ് 100 രൂപ ഫേസ് വാല്യൂ ഉള്ള 4000 ഡിബെഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് റിസീവ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 4 lakhs rupees ആണ്. അതിൽ 10% നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 lakhsൻ്റെ 10% എന്ന് പറയുമ്പോൾ 40,000. സോ 40,000 എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ഫിഗർ ആണ്. റിമൈനിങ് 3,60,000 rupees ആണ് റിസീവ് ചെയ്തതായിട്ട് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. Now let's go ahead with the 14% debentures account. We will start the preparation of 14% debentures account. On the credit side, first of all, we will mark the receipt of debenture money, application money. That is by bank account 3,60,000. Discountum നമുക്ക് മാർക്ക് ചെയ്യാം. By discount on debentures account 40,000. And by the end of the year, first ഇയറിൽ നമുക്ക് പേ ഓഫ് ചെയ്യാനായിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റ് പേ ഓഫ് ചെയ്തതായിട്ട് കാണിക്കാം. സോ ഓൺ ഡെബിറ്റ് സൈഡ് ഓൺ 2016 December 31st ടു ബാങ്ക് അക്കൗണ്ട് 1 lakh rupees. റിഡംഷൻ ആണ് നമ്മളവിടെ കാണിക്കുന്നത്. ഞാനത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 lakh rupees ആണ് നമ്മൾ റിഡീം ചെയ്ത് കൊടുക്കുന്നത്. Now we will take the total of both the sides. So 4 lakhsൽ നിന്ന് we have to reduce the redeemed amount of 1 lakh. So the balance figure is 3 lakhs rupees. So balance carried down is 3 lakh. And on the next year beginning 2017 January 1st by balance brought down 3 lakh rupees. അവിടെ പിന്നെ നമുക്ക് വേറെ റിസീറ്റോ ഡിസ്കൗണ്ടോ ഒന്നും കാണിക്കാനായിട്ടില്ല. ആ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് പേ ഓഫ് ചെയ്യേണ്ട ടൈമായി. സോ December 31st 2017 അതായത് ആ ഇയർ എൻഡിൽ അടുത്ത 1 lakh rupees നമ്മൾ പേ ഓഫ് ചെയ്തു ടു ബാങ്ക് അക്കൗണ്ട് 1 lakh rupees. Take the balance 2 lakh will be like next ഇയറിലേക്ക് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുവാണ്. സോ 2018 January 1st by balance brought down 2 lakh rupees. അഗെയിൻ ആ വർഷം ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് 1 lakh rupees നമ്മൾ പേ ഓഫ് ചെയ്യുന്നു. On 31st December 2018 to bank account 1 lakh rupees. ഇപ്പോൾ ആകെ കൂടി ബാലൻസ് നിൽക്കുന്നത് 1 lakh rupees ആണ്. അത് ലാസ്റ്റ് നമുക്ക് 2019 December 31st ആ ഇയർ എൻഡിൽ ആ 1 lakh rupeesഉം പേ ഓഫ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 4 വർഷത്തേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി 4 വർഷത്തിലേക്കും നമുക്ക് ഈക്വലായി ഡിവൈഡ് ചെയ്ത് എമൗണ്ട് റിഡീം ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ ബൈ ദ എൻഡ് ഓഫ് ലാസ്റ്റ് ഇയർ ഫുൾ എമൗണ്ടും നമ്മൾ പേ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു പാറ്റേണിലാണ് ഡിബെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഡിസ്കൗണ്ട് ഓൺ ഡിബെഞ്ചേഴ്സിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് സൈഡ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ റൈറ്റിംഗ് ഓഫ് ഡിസ്കൗണ്ട് വാട്ട് വി ഹാവ് ടു ഡു ഇസ് the profit and loss account will be debited and discount on debentures account will be credited. So on the basis of this particular journalization, we are going to create an account which is known as discount on debentures account. So ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡേറ്റിൽ നമ്മൾ എത്രയാണോ ഡിസ്കൗണ്ടഡ് ഫിഗർ ആയിട്ട് വന്നിട്ടുള്ളത് ആ ഒരു ജേർണൽ എൻട്രി പ്രകാരം, ദാറ്റ് ഈസ് ദ ഇഷ്യൂ ജേർണൽ എൻട്രി ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 3,60,000, ഡിസ്കൗണ്ട് ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് 40,000 to 14% ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് 4 lakhs. ആ ബേസിസിൽ തന്നെ ഇവിടെ നമ്മൾ ഡിസ്കൗണ്ടഡ് ഫിഗർ ഡിബെഞ്ചർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഫസ്റ്റ് ഇവിടെ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. സോ 1st January 2016 to 14% ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് നമ്മുടെ ടോട്ടൽ ഡിസ്കൗണ്ട് ഫിഗർ 40,000 ഇഷ്യൂ ചെയ്ത സമയത്തുള്ള ജേർണൽ എൻട്രിയുടെ ബേസിസിലുള്ള പോസ്റ്റിംഗ് ആണ്. ആൻഡ് ആ ഇയർ എൻഡ് ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇയറിൽ ഈ 40,000 രൂപയുടെ ഡിസ്കൗണ്ട് ഫിഗറിൻ്റെ എത്ര എമൗണ്ട് ആണോ അല്ലെങ്കിൽ എത്ര പ്രൊപ്പോർഷനേറ്റ് ബേസിസിലാണോ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത്, ദാറ്റ് ഷുഡ് ബി debited to profit and loss account. So on 31st December 2016 by profit and loss account 16,000 നമ്മൾ മുൻപ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ 16,000 ആണ് നമുക്ക് റൈറ്റ് ഓഫ് ചെയ്ത് കളയേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. ടേക്ക് ദ ബാലൻസ് 24,000 ഇസ് ദ ബാലൻസ്. ദെൻ നെക്സ്റ്റ് ഇയർ എൻഡിൽ അടുത്ത ഡിസ്കൗണ്ടിൻ്റെ അടുത്ത എമൗണ്ട് എത്രയാണോ റൈറ്റ് ഓഫ് ചെയ്യേണ്ടത് അത് നമുക്ക് പോസ്റ്റ് ചെയ്യാം. So on 31st December 2017 by profit and loss account 12,000. സെക്കൻഡ് ഇയറിൽ റൈറ്റ് ഓഫ് ചെയ്യേണ്ട ഡിസ്കൗണ്ടിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ആണ് 12,000 എന്ന് പറയുന്നത്. അഗെയിൻ നമുക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ദെൻ ദ നെക്സ്റ്റ് ഇയർ ഓൾസോ ദ സെയിം
thing repeats. അപ്പോൾ നമുക്ക് 2018 December 31 ആ വർഷത്തെ തേർഡ് ഇയറിൻ്റെ റൈറ്റ് ഓഫ് ചെയ്യേണ്ട എമൗണ്ട് 8,000 rupees പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്ത് കാണിക്കാം. ആൻഡ് ഇൻ ദ ലാസ്റ്റ് ഇയർ ദാറ്റ് ഈസ് ഓൺ 31 December 2019 ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 4,000 rupees അവസാനത്തെ വർഷത്തെ റൈറ്റ് ഓഫ് ചെയ്ത് കളയേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. സോ ഈ രീതിയിലാണ് ഡിസ്കൗണ്ട് ഓൺ ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ വർഷവും എത്ര തുകയാണോ ടോട്ടൽ ഡിസ്കൗണ്ടിൻ്റെ റൈറ്റ് ഓഫ് ചെയ്യാനായിട്ടുള്ളത് അത് കാണിക്കാൻ വേണ്ടി വി ഹാവ് ടു ഡെബിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് വി ഹാവ് ടു ഗിവ് ദ കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്. Debenture interest account will be prepared on the basis of the rate of interest charged to these debentures. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ 14% ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നുണ്ട്. സോ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ബി ചാർജ് ഇസ് 14%. ഫസ്റ്റ് ഇയറിൽ വി ആർ ഹാവിങ് 4 lakh rupees ടു ബി റിഡീംഡ്. 4 lakh rupeesന് മുകളിൽ 14% പറയുമ്പം ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് ഫിഗർ വിൽ ബി 56,000. സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും 4 lakhsൽ നിന്ന് 1 lakh വിൽ ബി പെയ്ഡ് ഓഫ്. The remaining figure is 3 lakh rupees. 3 lakhsൻ്റെ 14% that is 42,000 ആണ് സെക്കൻഡ് ഇയർ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. തേർഡ് ഇയറിൽ ദെൻ ഒരു 1 lakhും കൂടെ പോയി 2 lakhs rupeesൻ്റെ മുകളിൽ 14% that is 28,000 for the third year. And for the last year remaining 1 lakh rupeesൻ്റെ മുകളിൽ 14% interest that is 14,000 rupees. So this is how we will be calculating interest on debentures. Interest on debentures is the second topic we are discussing in this particular video session. Interest on debentures is charged to the statement of profit and loss. And while paying the interest on debentures, it is the obligation of the company concerned to deduct the income tax before making payment of interest to debenture holders. Journal entry for dealing with interest on debentures is that when interest on debentures is due, the journal entry is interest on debentures account debtor to income tax payable account to debenture holders account. Here, interest on debentures account is debited with the gross amount. Income tax payable account is credited with the amount of income tax and the debenture holders account is credited with the net amount. The next entry is when net amount due is paid. The journal entry is debenture holders account debtor to bank account. As I already mentioned, interest on debentures is transferred as loss to the statement of profit and loss. The credit balance of income tax payable account is shown as a liability in the balance sheet. As and when it is paid to the government, this account is debited and bank account will be credited. So this is the accounting treatment for interest on debentures. The accounting treatment for interest on debentures will be easily understandable if we try to solve this particular question. A company issued 12% debentures at the face value of rupees 2 lakhs at 10% discount on 1st January 2019. Debenture interest after deducting tax at source at 10% was payable on 30th June and 31st December every year. All the debentures were to be redeemed after the expiry of 5 years period at 5% premium. Pass the necessary journal entries for the year 2019. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രകാരം issue of debentures has been made at a discount of 10% and the redemption has been made at a 5% premium rate basis. അപ്പോൾ ആ രീതിയിൽ on 1st January 2019 we will mark the issue of debentures at discount and redeemable at premium. The journal entry is bank account debtor 1,80,000, loss on issue of debentures account debtor 30,000, to 12% debentures account 2 lakhs, to premium on redemption of debentures account 10,000.
ഡിബഞ്ചേഴ്സിൻ്റെ ടോട്ടൽ വാല്യൂ 2 lakh rupees ആണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 2 lakh rupees ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഡിസ്കൗണ്ടിനാണ് അറ്റ് ദ റേറ്റ് ഓഫ് 10%. അപ്പോൾ 2 lakhൻ്റെ 10% പറയുമ്പോൾ 20,000 ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്തതിൽ തന്നെ നമുക്ക് ലോസ് വന്നിട്ടുണ്ട്. പ്ലസ് റിഡംഷൻ നടത്തിയിട്ടുള്ളത് പ്രീമിയം അറ്റ് ദ റേറ്റ് ഓഫ് 5% ആണ്. ഇപ്പോൾ 2 lakhസിൻ്റെ മുകളിൽ 5% പ്രീമിയം എന്ന് പറയുമ്പം 10,000 rupees. So the company is having a total loss of 20,000 rupees on discount plus 10,000 rupees on premium. അപ്പോൾ ഈ 20,000 plus 10,000 is equal to 30,000 rupees ആണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് കഴിഞ്ഞിട്ടുള്ള തുക, അതായത് നമ്മുടെ ഈ ഒരു നഷ്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് മാത്രം റിസീവ് ചെയ്യുന്നതായിട്ട് കാണിച്ചാൽ മതി. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് പ്രീമിയം 5% വെച്ച് 10,000 rupees നമുക്ക് കാണിക്കാം. സോ ദ നറേഷൻ ഫോർ ദിസ് ജേർണൽ എൻട്രി ഇസ് ദാറ്റ് ബീയിങ് ദ ഡിബഞ്ചേഴ്സ് issued at a discount of 10%, redeemable or repayable at a premium of 5%. Next, we have to post the journal entry for interest becoming due and when it is getting paid after TDS calculation. ആൻഡ് ഇത് 2 പ്രാവശ്യമായിട്ട് ജൂണിലും ഡിസംബറിലുമായിട്ടാണ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ കമ്പ്യൂട്ട് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്. സോ 2 lakh rupeesൽ 12% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് 24,000 rupees ആണ് ടോട്ടൽ ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് വരുന്നത്. അത് ജൂണിലും ഡിസംബറിലുമായിട്ട് 2 തവണയായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 24,000നെ നമുക്ക് ഡിവൈഡ് ചെയ്യാം ബൈ 2. 12,000 ജൂൺ എൻഡിലും റിമൈനിങ് 12,000 ഡിസംബർ എൻഡിലുമായിട്ടാണ് കൊടുക്കേണ്ടത്. ആൻഡ് ജൂൺ എൻഡിൽ കൊടുക്കേണ്ട 12,000 rupees ഇൻട്രസ്റ്റിൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 10% കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 1,200 rupees ആണ് ഇൻകം ടാക്സ് ആയിട്ട് കാണിക്കേണ്ടത്. അതേപോലെ തന്നെ ഡിസംബറിലത്തെ കേസിലും 12,000 rupees ഇൻട്രസ്റ്റ് വരുന്നു, അതിൻ്റെ മുകളിൽ 10% ടാക്സ്, ദാറ്റ് ഇസ് 1,200 എമൗണ്ട് വരും. അപ്പോൾ ഈ ഒരു ബേസിസിലാണ് നമ്മളിനി അടുത്ത ഇൻട്രസ്റ്റ് പേയബിൾ ആയിട്ട് വരുന്നതും അതുപോലെ തന്നെ വെൻ ആക്ച്വലി ദ ഇൻട്രസ്റ്റ് പെയ്ഡ്, ഈ 2 ജേർണൽ എൻട്രീസും ജൂൺ എൻഡിലും ഡിസംബർ എൻഡിലും പോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് സീ ദ ജേർണൽ എൻട്രീസ്. ഓൺ 30th June 2019, debenture interest account debtor 12,000, to debenture holders account 10,800, to income tax payable account 1,200, being interest payable after tax deducted at source. Then on the same day, the next journal entry is made when the interest is paid. Debenture holders account debtor 10,800, income tax payable account debtor 1,200, to bank account 12,000, being the tax deducted at source and interest on debentures paid. The same 2 journal entries will be repeating at the end of December also. So on 31st December 2019, the journal entry is debentures interest account debtor 12,000, to debenture holders account 10,800, to income tax payable account 1,200, for interest payable after tax deducted at source. Then the next journal entry is when the TDS and interest has been made. Debenture holders account debtor 10,800, income tax payable account debtor 1,200, to bank account 12,000, being TDS and interest paid. നെക്സ്റ്റ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ടൈം പീരീഡിലേക്ക് നമ്മളോട് ജേർണലൈസേഷൻ ചെയ്യാൻ പറഞ്ഞുള്ളത് 2019 ഇയറിലേക്ക് വേണ്ടി മാത്രമാണ്. സോ ഈ ഇയറിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്കും ഈ ഇയറിൽ വന്നിട്ടുള്ള ലോസിൻ്റെ പ്രൊപ്പോർഷൻ, ഇപ്പോൾ നമ്മുടെ ഇവിടെ ലോസ് എന്ന് പറയാൻ കാരണം മുൻപ് നമ്മൾ ഡിസ്കൗണ്ടിൻ്റെ പ്രൊപ്പോർഷൻ ബേസ്ഡ് ആണ് പറഞ്ഞിരുന്നത്. ഇവിടെ ഡിസ്കൗണ്ടും വരുന്നുണ്ട്, ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ഡിസ്കൗണ്ട് ഒരു ലോസാണ്, റിഡീം ചെയ്യുമ്പോഴുള്ള പ്രീമിയം ഒരു ലോസാണ്. സോ ഓൾ ടുഗെദർ വി ആർ ഹാവിങ് എ ലോസ് ഓഫ് 30,000 rupees. ഈ 30,000 rupeesൽ 5 വർഷത്തേക്കാണ് മൊത്തം ഈ ഒരു റിഡംഷൻ ടൈം പീരീഡ് തന്നിട്ടുള്ളത്. 5 yearsൽ 30,000നെ നമുക്ക് പ്രൊപ്പോർഷനേറ്റ് ബേസിസിൽ ഡിവൈഡ് ചെയ്ത് കാണിക്കാം. അതിൽ എത്രയാണോ ഈ 2019 റൈറ്റ് ഓഫ് ചെയ്യേണ്ടത് അത് റൈറ്റ് ഓഫ് ചെയ്ത് കളയേണ്ട ജേർണൽ എൻട്രി ആണ് നെക്സ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 6,000, to loss on issue of debentures account 6,000. For proportionate loss on issue of debentures written off 30,000 total loss in
1/5 പോർഷൻ 5 വർഷത്തേക്കാണ് ടോട്ടൽ ഇയേഴ്സ് കാണിച്ചിട്ടുള്ളത് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 30,000-ന് 1/5 പോർഷൻ ബേസിസിൽ 6,000 റുപ്പീസാണ് നമ്മൾ ഈ ഒരു 2019 ഇയർ എൻഡിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നത്. And the last journal entry is made for transferring the debenture interest to a surplus or profit and loss account. Profit and loss account debtor 24,000 to debenture interest account 24,000. ടോട്ടൽ ഇൻട്രസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് 24,000 ആണ്. അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ഈ രീതിയിലായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഒബ്ലിഗേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇൻട്രസ്റ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ടാക്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കുക എന്നുള്ളത്. സോ ഇൻട്രസ്റ്റും ടാക്സും വന്നിട്ടുള്ള ജേർണലൈസേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. So I hope it's clear for you regarding the concept of discount on debentures as well as interest on debentures. Thank you so much for listening to the presentation on discount and interest on debentures.